നമ്മൾ റഷ്യയിൽ വന്നു കണ്ടേ ഇതുവരെ നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ പോകണം, ബസ് എങ്ങനെ ഉപയോഗിക്കണം, മെട്രോ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്, എങ്ങനെ മാപ്പ് എങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്ക് ഇനി ഒന്നും അറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എന്താ അവസ്ഥ പോലെ? നല്ല മഞ്ഞുണ്ട് മോനടക്ക, ഫുള്ള് മഞ്ഞ്. ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുമാണ് സമ്മതിക്കുക. രാവിലെ വരുന്ന സമയത്ത് വണ്ടിൻ്റെ മേലെ ഫുള്ള് മഞ്ഞകർ. ഇതൊക്കെ മാറ്റിയിട്ട് വേണം പോകാനുള്ളത്. നമ്മളെ കേരളമൊക്കെ എത്രയേ മെച്ച മക്കളെ. ഈ കാടിൻ്റെ രസമൊന്നുമില്ല, നല്ല തണുപ്പാണ്. അപ്പൊ നമ്മള് പോയേക്കാ എങ്ങനെയാണ് ആൾക്കാരെ മറ്റേ കാശ്മീർക്ക് ഊട്ടിക്കാരൻ കണ്ടിട്ടുണ്ട്. ചെങ്ങന്മാരെ അവിടെ നിന്ന് പെരീക്കെത്താൻ പൂതിയാണ്ട് പേരും തണുപ്പ്. സംഗതിയായി സംഭവം അടിപൊളിയാണ്. നല്ല മഞ്ഞും കാര്യങ്ങളും കാണാനൊക്കെ രസമാണ്. പക്ഷെ ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴും ചെറിയൊരു പ്രയാസം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് വരുന്ന റോഡിലേക്ക് പോവാണ്. ഓക്കെ, ബസ് വരുന്ന റോഡിലേക്ക് പോകാൻ ഇപ്പം എന്ത് ചെയ്യും? മഞ്ഞൊക്കെ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ് മാറ്റും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മഞ്ഞുണ്ടാവും. ഈ ഒരു ഭാഗത്ത് റോഡിൽ നിന്നൊക്കെയാണ് മഞ്ഞ് മാറ്റുക. അപ്പൊ നമ്മൾ ഈ മഞ്ഞ് മാറ്റിയ സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത്? ഓക്കെ, വരി വരി വരി. താത്ത പോണ് ഫോൺ വിളിച്ചാണ്ട് താത്ത തല്ലോ. പിന്നെന്താ വെച്ചാല് പെരും തണുപ്പ്. ഹൈ മഞ്ഞ്. നിങ്ങൾക്കിപ്പോ ഈ വീഡിയോ കാണുമ്പോഴേ മഞ്ഞിനെ വിളിക്കണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ? കാണുമ്പോൾ നല്ല രസമല്ലേ? പക്ഷെ ഇതിങ്ങനെ മേത്ത് കൂടെ വന്ന് നോക്കുമ്പോ നല്ല രസമാണ്, നല്ല തണുപ്പാണ്. ഇവിടെ വന്നാൽ തന്നെ എന്താ പോകാണ്, നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് പോകാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് മറ്റേ പരിപാടിയാണ്. എന്ത് പരിപാടി അറിയോ? ക്രിസ്മസ് പരിപാടി. ക്രിസ്മസ് പരിപാടിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകാണ്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ കാണാം. ഇതാണ് റോഡ്, ഇതാണല്ലേ? ഇങ്ങനെയാണ് മഞ്ഞ് ക്ലീൻ ചെയ്യാം. ഈ വണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കും, റോഡിലൊക്കെ മഞ്ഞ അങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഈ ഒരു കാർഡ് ഉണ്ടോ? കുളിച്ചതാണ്. ഈ ഒരു കാർഡ് നമുക്കൊരു മാസം ബസ്സിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും നമുക്ക് എത്രയും അൺലിമിറ്റഡ് സഞ്ചരിക്കാം. ഇതിനാകെ നമുക്ക് വരുന്നത് 3160 രൂപകളോ അതെന്താണ് ഇതിനാകെയുള്ള എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ എന്ത് ചെയ്യാം? മെട്രോ, ബസ് എല്ലാം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് മെട്രോ ചെറിയ കുട്ടിയൊക്കെ ചെറിയൊരു കുട്ടി ആ കുട്ടിക്കൊന്നും തണുക്കണില്ല. അവലെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബസ് വരും. ബസ്സിനൊക്കെ ഓരോ നമ്പർ ഉണ്ടാവും. ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിനൊക്കെ വേറെ വേറെ നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറാം. ഓക്കെ, അവിടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ആ കുട്ടിയെ എന്താ ചെറിയൊരു കുട്ടി, ആ കുട്ടിക്കൊന്നും തണുക്കണില്ല. ഇങ്ങോട്ട് വാ അസീം, കം ഓൺ. കണ്ടാ ഇത്രയും ആളുകള് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഇവിടെ ബസ് വരും. ആ പോകുന്ന ബസ് ഉണ്ടാവും. അങ്ങനെ പല ബസ്സുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ ബസ്സിന് ഓരോ നമ്പറുകൾ ഉണ്ടാവും, ഓരോ സ്ഥലത്തേക്ക് പോകുന്ന നമ്പർ. ആ നമ്പർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ബസ് വരാം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് മെട്രോക്കാണ്. മെട്രോ പോയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും ടാസ്ക് എടുത്താണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രായ വലിയ പോകുന്നുണ്ടല്ലേ ഇവിടെ. എന്തായാലും ആ വല്യമ്മയൊക്കെ പോണ്. മാഷാ അല്ലാഹ്, നമ്മടുത്തെ ഇമ്മാര് തണുപ്പിനൊക്കെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ ഇമ്മാരൊക്കെ വന്നു കഴിഞ്ഞാല് പോട്ടെ മര്യാദക്കാണെങ്കിൽ ഇറങ്ങോ. അതാണ്, ഇവിടെ നല്ല പ്രായമുള്ള ആൾക്കാർ വരെ ഹെൽത്തി ആയിരിക്കും. അതുവരെ ഫുഡിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ് അത്. ഇങ്ങനെ ചെറിയ ഒരു വാൻ മോഡൽ ബസ്സുകളും ഉണ്ടാവും, അതേപോലെ തന്നെ പുറകിൽ വരുന്ന വലിയ ബസ്സുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, വാ ഇനി നമുക്ക് ബസ് കയറാം. കമോൺ അസീം, കമോൺ. ബാക്കിൽ കയറാം, വാ. ബസ് നമ്മളെ പറ്റിച്ചു. ഇല്ല, ബസ് അവിടെ നിർത്തി. കമോൺ. നമ്മളെ ബസ്സിൽ കയറിട്ടാ ഈ കാർഡ് വെച്ച് കാണാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ പേ ചെയ്യുന്നത്. ഓക്കെ, ഈ കാർഡ് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഓൾറെഡി ചെയ്തോണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും ഒരു ഗ്രീൻ ടിക്ക് വരും. ഓക്കെ, ഇതിന്റെ ട്രാവലിംഗ് വരുന്നത്. ഇതിൽ ആരും നമ്മളോട് ചോദിച്ചാനോ പറയാനൊന്നും വരൂല, കയറിയാൽ നമുക്ക് ഇറങ്ങാം. പക്ഷെ നമ്മള് ഇത് സ്കാൻ ചെയ്യാത്തതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് നമ്മളെ തെരഞ്ഞു പോലീസുകാർ ഒന്ന് കൊണ്ടുപോകും. അതിന്റെ പരിപാടി എന്താ ഓരോ സിസ്റ്റം എടുത്ത് അടിപൊളി കേട്ടോ, ഭയങ്കര അടിപൊളി. പക്ഷെ എന്താ പറയുക, ഭയങ്കര തണുപ്പാണ്, അത് ഭയങ്കര സീനാണ്. കച്ചൊക്കെ ഇപ്പൊ തന്നെ ആകെ കോറി ആകെ പണ്ടാറടങ്ങി അങ്ങനെ അടുത്ത ആളുകൾ വരുന്നേ. അപ്പൊ നമ്മളെ ബസ് ഇറങ്ങിട്ടാ. ഓക്കെ, ഇതാണ് നമ്മളെ ബസ്. ഇനി നമ്മള് മെട്രോ സ്റ്റേഷനിൽ പോവാണ്. അങ്ങോട്ടാ പോണേ? അങ്ങോട്ടാ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പോവാന്ന് അറിയില്ല. ഇതുവരെ നമ്മളെ കൂടെ ആളുണ്ടായിരുന്നു. നമ്മൾ ഒറ്റക്ക് പോകാണ്, ഒറ്റക്ക് വൈവട്ടം. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷന്. ഓക്കെ, ഇതാണ് വെറും മെട്രോ സ്റ്റേഷൻ അല്ല, പിച്ചാത്തിരിക്കും മെട്രോ സ്റ്റേഷൻ. അതെ. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇനി 2 ട്രെയിനും മെട്രോ മാറി കയറാണ്ടുണ്ട്. കുറച്ചാണ് പോകാണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റിക്ക്. ഇത് നമ്മളെ ടെമ്പററി ഹോസ്റ്റൽ ആയതുകൊണ്ട് നമ്മൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താലേ എന്താവുള്ളൂ, നമുക്ക് പെർമനന്റ് ഹോസ്റ്റൽ നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ അടുത്തേക്ക് മാറുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബസ്സും 2 മെട്രോ കയറിയാണ്ട് ഒരു 1/2 അടുത്ത് ട്രാവലിംഗ് ഉണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റിക്ക്. ഇതല്ലേ, ഇതാണ് പിച്ചാത്തിരിക്കുന്നുള്ള ഒരു സിറ്റി. ഓക്കെ, സിറ്റിയോ സിറ്റി എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു പ്ലേസ്. സിറ്റി ഒന്നല്ല മുത്ത, സിറ്റി മോസ്കോ ടൗൺ. അവന്റെ മുത്ത എത്ര തട്ടത്തിട്ടോ ആരെങ്കിലും തട്ടിയാ മതി. വല്യമാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. കൊര വരുന്നു താഴത്തേക്ക് ഇല്ലേ? പോയിന്നോ 5 അല്ല അങ്ങട്ടല്ലേ, എങ്ങട്ടാ? വാ നമുക്ക് ഏതായാലും ഒന്ന് പോയോക്കാം. കമ്മോൺ. നമുക്ക് ഇങ്ങനെ പോയോക്കാം. മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റം ഒന്നും പറയല്ല. മോസ്കോ അല്ലെങ്കിൽ റഷ്യ, അതിന്റെ സിസ്റ്റം ആണ് ഏറ്റവും ബെറ്റർ. പോലും പറ്റാത്ത അത്രയും അടിപൊളികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മള് കാർഡ് വേണം. ഇതല്ല, നമ്മളെ ഈ ഒരു കാർഡ് എടുത്തിട്ടാണ് ഇവിടെ എൻട്രി ആവുന്നുണ്ടാ. ഈ കാർഡാണ് നമ്മൾ നേരത്തെ ബസ്സിൽ വരുന്ന കാർഡ്. അപ്പൊ നമ്മളിതാ ചോദിച്ചറിഞ്ഞാൽ പോവാട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് എൻട്രി ചെയ്തു. ഇനി നമ്മൾ പോവാണ്. ഇനിയാണ് മക്കളെ ടാസ്ക്. എങ്ങോട്ടാ പോകാൻ പറഞ്ഞ നമ്മളോട്? ഏതാ റൂട്ട്? 10 2 10 തന്നെയാണ്. 11ആണോ? 11 അല്ല 10. പേരെന്തോ ഇതിലുണ്ടോക്ക പേര്? ഇതിലുണ്ട് 10 ആണ്. എന്താ പേര്? വളോസ്കിയെ. അപ്പൊ ചെറുതായിട്ടൊന്ന് തന്ത്രം പാലിട്ടാ. ഈ പ്ലാറ്റ്ഫോം അല്ല, നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് അവിടേക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഓരോ സംഗതി പഠിക്കാൻ. ആകെ മൂഞ്ചി മുട്ടായി കുട്ടിയായിട്ട് വരുന്നുണ്ടേ, ചെറിയ കുട്ടികൾ. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാലേ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ എക്സേറ്ററൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ കാണാത്ത ലെങ്ത്തുള്ള സാധനങ്ങളാണ്. അത് കാണിച്ചത് ശരി. ഞാൻ 11 റബ്ബേ, അതാ 11. നമുക്ക് നോക്കുക എവിടുക്ക വജ്ജാള്. സാധാരണ ഇങ്ങനെ വരലില്ലല്ലോ, ഇങ്ങനൊന്നും വരലില്ലല്ലോ നമ്മള്. പാളിയോ? ഇത് നമുക്കേ പാളിക്കണോ ഇച്ചിരി സംശയമുണ്ട്. എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആണോ? നമ്മൾ ഇവിടെയാണ് വന്ന് കയറുന്നത്. നമ്മൾ അവിടെ കയറിയാണ് പ്രശ്നം. ആണോ? ഇവിടെ നമ്മൾ വന്ന് കയറുന്നത്. ഇവിടെ കയറല് കുഴപ്പമൊന്നുമില്ല.
ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും വന്നു. പക്ഷെ എങ്ങനെ കറങ്ങി നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ചേട്ടൻ ഇറങ്ങേണ്ടി വരില്ലേ? നീ ഈ സ്ഥലപ്പേരുണ്ടോ പട്ടത്തില്? ഇവിടെ റഷ്യൻ മാത്രമേ ഉള്ളൂ. റഷ്യൻ തിരിയില്ലല്ലോ. എന്താ അതൊക്കെ വായിച്ചാ അതെ. ആ 11 അടിക്കല്ലേ? 11 അടിക്കാണ്. ആ D2 ആണ്. ഇനി നമുക്ക് 11 പോകാം. ഇനി നമ്മൾ ഇറങ്ങാൻ പോണത് ഒരു വൻ സംഭവം. ഇതല്ലേ ഇതല്ല തന്നെയാണ് ഇത് ചെറുത്. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലുതാണ്. പക്ഷേ ഇവിടെ ചെറുതാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് ഇതിൽ കൂടെ സ്പീഡിലുള്ള ആൾക്കാർക്ക് വേഗം പോണ ആൾക്കാർക്ക് പോകാലോ വെച്ച്. ഇത് പിന്നെ ഞമ്മക്ക് നടന്നു പോകാം അല്ലെ നിന്ന് പോകാലോ വെച്ച്. ജലദോഷം കുടിച്ചിട്ടേ ആകെ സുയിപ്പായിക്കളി. ഇപ്പൊ ഇനി അതൊക്കെ നമ്മളെ അമ്മ ആക്കണ അതിലുണ്ട്. പിന്നെ ആള് നോക്കുന്നുണ്ടോ? ആൾക്ക് പറ്റിയിട്ടില്ല. ആൾക്ക് പറ്റണ്ട. പിന്നെ ആളൊന്നല്ലേ നമുക്ക് ചെലവിലുണ്ട്. ആക്കണ് ഇങ്ങോട്ടാണ്. അല്ല സ്ഥലം നോക്കണ്ടോ? 11 ഇങ്ങോട്ടാണ്. ഇതിൽ ഈ സ്ഥലം ഉണ്ടോ? ഇതൊക്കെ മൂന്നാമത്തെ 2. കിട്ടി സാധനം കിട്ടി. നമ്മള് പവറായിട്ടോ. നമ്മള് തിരിച്ചായി. ഇനി നമ്മൾ ഇതേമാതിരി ഇഞ്ഞും പോണം. അടുത്ത് ഇറങ്ങട്ടോ. 2ാമത്തെ സ്റ്റോപ്പാണ്. പെട്ടെന്ന് എത്തും. ആ ഭാഗത്തേക്കല്ല നിക്ക, ഈ ഭാഗത്തേക്ക് നിക്ക. അപ്പൊ ഇതാണല്ലേ വലിയ ചെറിയ പരിപാടിയല്ല ഇവിടെ. ഭൂമിന്റെ എത്രയോ അടി കൂടെയാണ് ഈ മെട്രോന്റെ പരിപാടി. അറിയോ? റഷ്യന്റെ മെട്രോ സിസ്റ്റം സെറ്റാണ്. ഒന്നും പറയല്ല. നമ്മൾ എന്തിനൊക്കെ ഈ സാധനം വരണമെന്നുണ്ടെങ്കിലോ തലകുത്തി മറിയേണ്ടി വരും. കാലം കുറെ എടുക്കും. ആ മനസ്സത്തി നോക്കണ്ട് കേട്ടോ. ആ മനസ്സത്തിക്ക് പറ്റിയിട്ടില്ല. അന്നെ നോക്കണേ ചില വീഡിയോ എടുക്കണേ. ഇനി ഏതാ? അതെ ഇതാണ്. നമുക്ക് പോകാല്ലേ? ഇവിടുന്ന് നമുക്ക് മാറി കയറണം. 3ാമത്തെ സ്റ്റോപ്പിലെ 1, 2 3ാമത്തെ സ്റ്റോപ്പ്. 3ാമത്തെ സ്റ്റോപ്പിലേക്കാണ് നമുക്ക് ഇറങ്ങാല്ലേ. അപ്പൊ നമുക്ക് മെട്രോ എന്നുള്ള സാധനം കണ്ടോളി. മെട്രോ എന്നുള്ള സാധനം നമുക്ക് അവിടെ ടൈം കൗണ്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു മിനിറ്റിനുള്ളിൽ സാധനം വരും. അതാണ് സിസ്റ്റം. മാക്സിമം ഒരു മിനിറ്റ് ഇങ്ങനെ വരും. ഇതാണ് മെട്രോ വന്നു. നമ്മള് മെട്രോന്റെ ഉള്ളിലേക്ക് കയറാണ്. ഒന്ന് കയറി ഒക്കെ പോയി. നമ്മൾ ഒരട്ട കാര്യമാണ് മക്കളെ. മെട്രോ ആഴ്ചയില്ല ഇപ്പൊ കാര്യം തന്നെയല്ലേ. റഷ്യൻ മെട്രോ ഒക്കെ നമ്മള് കയറണേ. അപ്പേ ഇതാണ് മെട്രോ. നമ്മൾ ഈ ഒരു സമയത്ത് അതോട് തിരക്ക് കമ്മിണ്ട്. അല്ലെങ്കിൽ നല്ല തിരക്കൊക്കെ വൈഫൈ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് മെട്രോയിൽ. നമ്മൾ 3ാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങാനുള്ളത്. പിന്നെ ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇറങ്ങിയിട്ട് സംസാരിക്കാം. നമ്മള് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ എന്ത് തിരക്കാക്കരോ, പേരും തിരക്കാക്കരോ. ആകെ ഇടങ്ങറിങ്ങോട്ട് വരികക്കാരോ, പേരും തിരക്കേക്കരോ. ഇപ്പൊ ഏതായാലും നല്ല ഉച്ചന്റെ സമയം ഏതാണ്ട് തോന്നുന്നുണ്ട്. തിരക്ക് കുറവാ. ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, അവനാന്റെ കാര്യം. അപ്പുറത്ത് എന്താ ആരാ ചെയ്യുന്നുള്ള ആരും ശ്രദ്ധിക്കൂല. എല്ലാവരും അവനാന്റെ കാര്യം കൊണ്ട് മുന്നോട്ട് പോകും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. കാരണം മോസ്കോ സിറ്റി അല്ലേ. ഏതായാലും ഞമ്മക്ക് ഇനി ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. ഇവിടെ വന്നാണ്ട് ഇറങ്ങി. ഓക്കെ, ഇനി നമ്മള് യൂണിവേഴ്സിറ്റിക്ക് പോണം. അപ്പോ അവിടെ ചെന്നിട്ട് അപ്പുറത്തേക്ക് കിടക്കണം. ആദ്യം നമ്മളെ മാൾക്കാര് റോസ്റ്റിക്സ് അയച്ചു പോയാലോ? വരുമ്പോ നോക്കാം. സമയം നേരം വൈകി. അല്ലേ, ഇതാണ് പള്ളി ഉണ്ട് അവിടെ. അവിടെ ഒരു പള്ളി ഉണ്ട്. ഓക്കെ, നമ്മളെ പള്ളിയല്ല. നമ്മളാണോ? ജുമാ പള്ളിയല്ല. അങ്ങനെ അല്ലേ. ഇത് ഇവിടുത്തെ ഒന്നും കൂടി ഒരു അപ്ഡേറ്റഡ് ആയ
കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മളെ ഹോസ്റ്റലിന്റെ അവിടുത്തെ അത്ര മഞ്ഞില്ല ഇവിടെ. സ്നോഫാള് കുറവായിട്ടാവൂല. അത് ഒന്നുകൂടി ടൗൺ അല്ലേ, അപ്പൊ വൃത്തിയാക്കിയതാക്കണം. അതല്ലേ സ്നോഫാള്. ആ ഇപ്പൊ അതൊക്കെ ഇവിടെ ക്ലീൻ ആക്കിയതാ കാണുന്നത്. അതെ, ഫാൾസ് കുറവാ. മഞ്ഞ് വീഴ്ച കുറച്ച് കമ്മിയുണ്ട് കേട്ടോ അവിടെ. ഓരോ സമയത്തനുസരിച്ചാണ്. ചില സമയത്ത് നല്ല ഉണ്ടാവും, ചില സമയത്ത് കുറവാക്കാരം. അങ്ങനെയൊക്കെയാണ്. നമ്മള് മഴ പെയ്യണ പോലെ ഇവിടുത്തെ മഴ കരപ്പത്. ഇവിടുത്തെ മഴ ഇതൊന്നല്ല. അല്ല വേറെ ഉണ്ട് അറിയില്ല. മഴ പറഞ്ഞ ശരിക്കും മഴ വെച്ചൂലേ? അയ്യോ അത് മഞ്ഞാണ്. മഞ്ഞല്ലേ? പക്ഷെ നമ്മളവിടെ മഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ എത്ര കട്ടിക്ക് വെച്ചണില്ല എന്നുള്ളൂ. എവിടെ പെയ്യണാവല്ലേ നമ്മളവിടെ പെരും തണുപ്പില്ലേ? വെറുതെ തണുക്കൂലേ നാട്ടിലേ. ചില്ലറ പൈസ അതെന്താ? 5 രൂപയോ? 5 രൂപ ഗൈസ്. 5 രൂപയിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 5 രൂപയിൽ ഒന്നും കിട്ടൂല. ഇന്റർജോയ്ക്ക് എത്ര പറഞ്ഞേ? 150. എന്ത് ഇന്റർജോയ്ക്ക്? കിൻഡർ ജോയോ? കിൻഡർ ജോയ്ക്ക് 150 രൂപ. അവണൊരു കുട്ടി. അപ്പോ വീഡിയോ എടുക്കാതെ പുക കൂട്ടാ കണ്ടാ? വീഡിയോ അയച്ചേ. അതെ പറ. ഇവിടെ പിന്നെ പ്രായ ആൾക്കാരും അതുപോലെ തന്നെ പെൺകുട്ടികളും എല്ലാരും വലിക്കുന്നുണ്ട്. നീ ഒരു തണുപ്പുണ്ടൊക്കെ വാപ്പാര് കുടി പോകുമ്പോഴേ കുട്ടികൾക്ക് വീഡിയോ ആയി കൊണ്ടുപോകാ വലിച്ചാല്. തണുപ്പല്ലേ? കാറ്റ് കാറ്റാണ് സീന്. കാറ്റൊരു സീനാണ് കേട്ടോ. കാറ്റ് വലിയൊരു സീനാണ്, ഭയങ്കര സീനാണ്. നമ്മളെ ക്യാമറമാൻ അസീമിനോടൊപ്പം മോസ്കോയിൽ നിന്നും അവനിതാ ഇതികൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പൊന്തണം. ഓക്കെ, ഇതികൂടെ പോവാ. നേരം വെളുക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ബിൽഡിംഗ് കണ്ടോ? ഒരു വാവ് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് നോക്കൂ. വാവായിട്ടില്ലേ? അടിക്ക് നോക്കട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ ക്യാമറമാൻ? ആ ഉണ്ട്. കം അത് തുരങ്ക പാതയിലൂടെ നമ്മൾ പോകണ്ടോ? റോഡ് ക്രോസ് ചെയ്യണേ തുരങ്കത്തിലൂടെ. തുരങ്കത്തിൽ ഭയങ്കര തണുപ്പാണല്ലോ. ആ തുരങ്കം കണ്ട അങ്ങോട്ട് പോണേ. ആ തുരങ്കത്തേക്ക് പോകണ്ട, നമുക്ക് ഈ തുരങ്കത്തിലൂടെ പോവാം. ആ തുരങ്കത്തിൽ പോയാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തില്ല. അല്ല ഇവിടെ തണുപ്പ് കൂടിയോ? തണുപ്പ് കൂടിയോന്നൊരു സംശയം അല്ലേ? അതെ, ഇപ്പൊ ശരിയായി ആണല്ലേ? ഒരു വലിയ പോകണല്ലേ? അടി വാങ്ങ അടി കിട്ടോ? പിന്നെ നമ്മള് ഇങ്ങനെ വരലുണ്ടോ? നമ്മള് മറ്റേ ഡോറ് കൂടെയാണ് ഇറങ്ങേണ്ടിയത്. ഇവിടെ കയറാം. ഇവിടെ പുറത്ത് കയറാം. പുറത്തേക്കല്ലേ നമുക്ക് പോവാല്ലേ? അല്ലേ ഇങ്ങോട്ടാണേ. അതെടുക്കാം. നമ്മള് പുറത്തേക്ക് എത്തിയില്ലേ? ഇവിടെ റോഡ് മുറിക്കണ്ടേ നമുക്ക്? ഇനി ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണ്ട. ഒരു ടാസ്ക്കാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിലും ഇറങ്ങണം. ഇറങ്ങി നോക്കുക. ബസ് കയറി മെട്രോ കയറി കഴിഞ്ഞാണ്ടാ ഇവിടെ വന്ന് നിൽക്കാണ്. ഇനി ഇവിടുന്ന് നമുക്ക് എന്താ പറയാ, ട്രാമോ എന്തോ ഒരു തേങ്ങ ഒരു ട്രാമോ ഉണ്ട് അതിന്റെ പേര്. ആ സാധനം കയറണം. വരി നമ്മളെ സിറ്റി, യൂണിവേഴ്സിറ്റി സിറ്റി. എന്താ മഞ്ഞിലേ? ഇതെല്ലാം മഞ്ഞാണ് ഗൈസ്. നല്ല ചൊർക്കിലെ ബിൽഡിംഗ്. രസമുള്ള ബിൽഡിംഗ്. കണ്ണുക്ക് കാടി
സന്തർസാദ് എന്തൊക്കെ വളയ്ക്കൊക്കെ വേണ്ട അത് വീണാണ്ടല്ലോ. ആ വരുന്ന സാധനല്ലേ അത് 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 ആ സാധനത്തിലാണ് നമുക്ക് പോകേണ്ടി. ട്രാം, എന്റെ പേര് ട്രാമെന്ന് തോന്നുന്നുണ്ട്. കയറുള്ളൂ കേട്ടോ. നമുക്ക് നടന്നാ പോരെ, അതിൽ കയറണോ? ഇവിടുന്ന് അതിൽ കയറാൻ മാത്രല്ല ദൂരമൊന്നുമില്ല, അത് ഇവിടെ തന്നെയാണ്. എന്നാലും അതിൽ കയറല്ലേ. ഏതായാലും നമ്മൾ ഈ കാടക എടുത്തല്ലേ. മണ്ടല്ലേ മണ്ടല്ലേ പ്രശ്നം. ഇത് കയറല്ലേ? ഇല്ലേ നിങ്ങളില്ലേ? എത്തുവോ? ആ വാ കിട്ടും. അപ്പൊ നമ്മളേ ഇതിൽ കയറി, ഇതിൽ വേണം കാർഡ് പേയ്മെന്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി 2-3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ അല്ലേ ഇവിടെ നമുക്ക് ഇവിടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടിൻ്റെ ആവശ്യമില്ല. എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും മെട്രോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ട്രാം, ഇതിന് പേര് ട്രാം തന്നെയാണ് ഇതിൻ്റെ സൗകര്യം. ഓക്കെ, ഇതാണ് മോസ്കോൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി പോവാണ്. യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്മസ് പ്രോഗ്രാമുകൾ എന്തൊക്കെ സംഭവം ഉണ്ട് നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ഏതായാലും ചെന്ന് നോക്കാം. ഇനി ബാക്കി യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ മുമ്പിൽ എത്തിക്കണ്ട. ഇതാണ് മക്കളെ റോസ് ബയോടെക് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും പോരാ, ഒരു അടിപൊളി യൂണിവേഴ്സിറ്റി. ഇത് മാത്രമല്ല കേട്ടോ യൂണിവേഴ്സിറ്റി, ഇത് ജസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ടാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് അതല്ലേ, തൊട്ട് ആ കാണുന്നതാണ് റോഡ്. അവിടെ നമുക്ക് മെട്രോ കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ വരും. റോഡിൽ എന്താ ഒരു 100 മീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. ഡയറക്റ്റ് മെയിൻ റോഡിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. അതും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി, അതും മോസ്കോന്റെ സെന്ററിൽ. അതാണ് നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റാണ്. അല്ല ഫുള്ള് മഞ്ഞ വീണ് ആകെ ഫുൾ മഞ്ഞിൽ കുളിച്ചു. നമ്മളാകെ മഞ്ഞിൽ കുതിർന്ന യൂണിവേഴ്സിറ്റി. താറടാ താറോട് ഫസ്റ്റ് കാണട്ടോ നമ്മൾ താറിന്. യെസ്, ആ കാക്ക ചൂടാണത്. ഇന്നലെ ഞമ്മക്കിപ്പോ അങ്ങനെ അറിയാനൊന്നും ആരും ഇല്ലല്ലോ ഇവിടെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയേണ്ടി വരും. ഇപ്പോഴാണ് ശരിക്കും ക്രിസ്മസ് ആയത്. ഓക്കെ, ആരും വേണ്ടിയില്ല, നമ്മള് വെറുതെ കൈ കാട്ടി രണ്ടാഴ്ച കഴിച്ചട്ടെ. അതെ, ആൾക്കാർ പിന്നാലെ വരും. നമ്മള് സെറ്റ് ആക്കുന്നുണ്ട്. നമ്മള് റഷ്യൻ വിങ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ.